ഹലോ, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ? ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയായിരുന്നേ. അപ്പത്തിനുള്ള മാവ് ഇന്നലെ വൈകിട്ട് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയെടുത്ത് വേവിച്ചങ്ങ് മാറ്റി വെച്ചേ. പിന്നീട് മസാല തയ്യാറാക്കാനായിട്ടൊരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവ ഇട്ടൊന്ന് ഇളക്കിയ ശേഷം അതിൽ വെള്ളമെല്ലാം പോയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തേ. ഞാനിവിടെ തീരെ ചെറുതായിട്ടല്ല, ഒരു മീഡിയം സൈസിലാണ് സവാള അരിഞ്ഞിരിക്കുന്നത്. പിന്നീട് പച്ചമുളക് ചേർത്ത് കൊടുത്തേ. പച്ചമുളക് ഒന്നായിട്ട് കീറി അങ്ങിട്ടിരിക്കുവാണേ. പിന്നീട് മസാലകളായ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, പെരുംജീരകം, ഗരം മസാല, മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് മൂത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി ഇട്ട് ഒന്ന് വാടിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഈ വെള്ളവും മസാലയും എല്ലാം കൂടെ ഒന്ന് തിളച്ച് കുറുകി വരണമല്ലോ. അങ്ങനെ അതൊക്കെ തിളപ്പിച്ച് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുത്തേ. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ടായിരുന്നേ, അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തേ. അപ്പോഴേക്കും അത് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് അപ്പം ചൂടാവേ. എൻ്റെ കയ്യിലിവിടെ അപ്പച്ചട്ടിയൊന്നുമില്ലേ, എൻ്റെ കയ്യിലുള്ളൊരു പാൻ വെച്ചിട്ടാണ് ഞാൻ അപ്പം ചൂടാൻ പോകുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പൊന്നുമില്ലേ. അങ്ങനെ അപ്പത്തിനാവശ്യമായിട്ട് ഒരു തവി മാവ് കോരി പാനിലേക്ക് ഒഴിച്ച് ചുറ്റിച്ചെടുത്തേ. എന്നിട്ട് അടച്ചു വെച്ച് വേവണമല്ലോ. അങ്ങനെ അപ്പം അടച്ചു വെച്ച് വെന്തേ. അങ്ങനെ അപ്പമൊക്കെ വെന്ത് വന്ന ടൈം കൊണ്ട് നമ്മുടെ മുട്ടക്കറിയുടെ മസാലയും അവിടെ വെന്ത് വന്നേ. മുട്ടയും വെന്തായിരുന്നേ. മുട്ടയുടെ തോലെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അപ്പവും മുട്ടക്കറിയും കൂട്ടി കുശാലായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. സൂപ്പറായിരുന്നേ. ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.